വിദ്യാർത്ഥികളും യുവജനവും SFIയുടെയും DYFIയുടെയും കൊടിക്കുതാഴി അണിനിരന്ന് നടത്തുന്ന സമാനതകളില്ലാത്ത സമരത്തിനാണ് കേരളം ഇപ്പോൾ സാക്ഷിയാകുന്നത്. സർവകലാശാലകളെയും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തന്നെയും കാവ്യവൽക്കരിക്കാനുള്ള RSSന്റെയും അതിന് വഴിയൊരുക്കുന്ന ഗവർണറുടെയും മൗനാനുവാദം നൽകുന്ന കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെയും കപടമുഖം വലിച്ചെറിഞ്ഞ സമരം. കാവിക്കൊടിയേന്തിയ സ്ത്രീയുടെ ചിത്രം സ്ഥാപിച്ച കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് കത്തിവെക്കാനുള്ള ഗൂഢനീക്കത്തിനേറ്റ കനത്ത തിരിച്ചടി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ സർവകലാശാലകളുടെ തലപ്പത്തേക്ക് തന്റെ ഇഷ്ടക്കാരെ നിയമിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു ഗവർണർ. ഇപ്പോൾ കോടതി തന്നെ അതിന് മൂക്കുകയറിട്ടിരിക്കുകയാണ്. സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം സർക്കാർ പട്ടികയിൽ നിന്ന് വേണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലേക്ക് തന്നിഷ്ടപ്രകാരം താൽക്കാലിക VCമാരെ നിയമിച്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി നേരത്തെ തന്നെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഈ ഉത്തരവ് ചോദ്യം ചെയ്ത് ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സമർപ്പിച്ച അപ്പീൽ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ചും ഇപ്പോൾ തള്ളിയത്. ഗവർണറുടെ നടപടി നിയമവിരുദ്ധം തന്നെയാണെന്ന് കോടതി അടിവരയിട്ടു. താൽക്കാലിക VC നിയമനം സർക്കാരിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വേണം. കാലാവധി 6 മാസത്തിൽ കവിയരുതെന്നും താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കേണ്ടവർ ആരെന്നുമെല്ലാം സർവകലാശാല നിയമങ്ങളിൽ പറയുന്നുണ്ട്. ഈ 3 വ്യവസ്ഥകളും തെറ്റിച്ചാണ് ഗവർണർ നിയമനം നടത്തിയത്. ഏതായാലും ഗവർണർ നടത്തുന്ന രാഷ്ട്രീയ കളി ഇനി നടക്കില്ല. സർവകലാശാലകളെ സംഘപരിവാർ തട്ടകമാക്കാൻ ഓരോന്ന് ചെയ്തു കൂട്ടാനും ഇനി മുതിരേണ്ട. സർവകലാശാലകളുടെ സമ്പൂർണ്ണ ഫണ്ടിങ്ങും മേൽനോട്ടവും എല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിലാണ്. പക്ഷേ ചാൻസലർ എന്ന നിലയിൽ വൈസ് ചാൻസലർമാരെ ഏകപക്ഷീയമായി നിയോഗിക്കുകയെന്ന രീതിയാണ് കഴിഞ്ഞ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചത്. അതുതന്നെയാണ് ഇപ്പോഴത്തെ ഗവർണർ ആർലേക്കറും പിന്തുടരുന്നത്. അതിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇപ്പോഴത്തെ കോടതി വിധി. VCമാർ സർവകലാശാല താൽപര്യം സംരക്ഷിക്കുന്നവരായിരിക്കണമെന്നടക്കം കോടതിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വന്നു. അക്കാദമിക് ഭരണനിർവഹണ വിഭാഗങ്ങൾ തമ്മിലുള്ള പാലമാണ് വൈസ് ചാൻസലർമാർ. അതുകൊണ്ട് തന്നെ VC നിയമനം സർക്കാർ ശുപാർശ അനുസരിച്ച് തന്നെയാവണം. ഉന്നതവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങളുടെ അടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു എന്നാണ് ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. അത് ശരിയായിരുന്നു. അപ്പോൾ കാവ്യവൽക്കരണത്തിന് വേണ്ടി ഗവർണർമാർ നടത്തുന്ന വഴിവിട്ട നീക്കത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയോടുകൂടി അത് തുടരുന്നത് തീക്കളിയാണ് എന്ന് ഒന്നുകൂടി ഗവർണർമാരെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ VCമാരുടെ നിയമനത്തെ സംബന്ധിച്ചുള്ള ഒരു ശ്രദ്ധേയമായ വിധിയായിട്ട് വേണം ഇതിനെ കാണാൻ. അതിനനുസൃതമായി തന്നെ അടിയന്തരമായി പുതിയ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിൽ നിന്ന് വരും. അതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ ചാൻസലർ തയ്യാറാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർവകലാശാലകളുടെ ചാൻസലറാണ് ഗവർണർ. ഈ പദവി ഭരണഘടനയിൽ നിന്നുണ്ടായ ഒന്നല്ല. ബ്രിട്ടീഷ് കാലം മുതൽ തുടർന്നു വന്നിരുന്ന ഒരു സമ്പ്രദായത്തിന്റെ പിന്തുടരൽ മാത്രമാണിത്. സ്വാതന്ത്ര്യത്തിനു ശേഷവും മാറ്റമില്ലാതെ തുടർന്ന ഒരു കാര്യം. നിയമസഭ ഉണ്ടാക്കിയ നിയമത്തെ ആധാരമാക്കിയിട്ടാണ് സർവകലാശാലകൾ രൂപീകൃതമാകുന്നത്. ആ സർവകലാശാലയുടെ സമ്പൂർണ്ണ ഫണ്ടിങ്ങും സൂപ്പർവിഷനും എല്ലാം കേരളത്തിലെ ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. അങ്ങനെയിരിക്കെ വൈസ് ചാൻസലർമാരെ ഏകപക്ഷീയമായിട്ട് ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർ നിയോഗിക്കുക എന്നുള്ള രീതി കഴിഞ്ഞ ഗവർണറായിട്ടുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ ഇപ്പോൾ ഇവിടെ ഇന്നുള്ള ചാൻസലറും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം തെറ്റാണ് എന്നുള്ളത് ഈ 2 കോടതി വിധിയിൽ നിന്നും സുവ്യക്തമായ നിലയിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഒരു സമരവും വീണായി പോയിട്ടില്ല. എല്ലാ സമരവും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ ഈ സമരവും ഞങ്ങൾ വിജയിപ്പിക്കും. അതിന്റെ ഏറ്റവും ആദ്യപടി ഞങ്ങളിതാ 2 സർവകലാശാല VCമാരെ നിയമത്തിന്റെ കുരുക്ക് മാത്രമല്ല ശരിയുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുറത്താക്കിയിരിക്കുകയാണ്. ഇന്ദിരാ ഭരണകാലത്ത് ഗവർണർമാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇടപെട്ട ചരിത്രം നമുക്കറിയാം. നരേന്ദ്രമോദിയും പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ രാഷ്ട്രീയമായി വേട്ടയാടാൻ ഗവർണർമാരെ ഒരു ടൂളായി ഉപയോഗിക്കുന്നു. ചാൻസലർ എന്നാൽ സർവകലാശാലകളുടെ പരമാധികാരി എന്നല്ല അർത്ഥം. സർവകലാശാലകളുടെ വികസനത്തിനായി വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്താൻ കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് അനുവദിക്കാനാണ് ചാൻസലറായ ഗവർണർ ഇടപെടൽ നടത്തേണ്ടതെന്ന് വെറുതെയൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് ചെയ്യാതെ വർഗീയ ധ്രുവീകരണത്തിനും വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനും കേന്ദ്രത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ അടിച്ചേൽപ്പിക്കാനുമാണ് ഉദ്ദേശമെങ്കിൽ കേരളത്തിൽ അത് നടക്കില്ല. ഈ മണ്ണ് അത്തരം കുടില നീക്കങ്ങളെയെല്ലാം ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഇപ്പോൾ ഗവർണർക്കും കൂട്ടർക്കും ഏതാണ്ട് വ്യക്തമായി കാണും.